ഇപ്പോഴിതാ കേരളം തന്നെ ഞെട്ടുന്ന മറ്റൊരു കണക്ക് വന്നിരിക്കുന്നു. കേരളം കടക്കണിയിലാണ് എന്ന് മാത്രമല്ല, ഇക്കുറി തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് പോലും പെരുവഴിയിലാക്കി കളഞ്ഞു. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലാകട്ടെ ശക്തമായ മത്സരം നേടുന്ന കൊട്ടാരക്കര മണ്ഡലത്തിൽ ജയത്തിന്റെ സാധ്യതകൾ തേടുന്ന തിരക്കിലാണ്. ഇതോടെ പല മണ്ഡലങ്ങളിലെ തദ്ദേശ വാർഡുകളിലും റോഡ് നിർമ്മാണം അടക്കമുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾ ഇതാ വഴിമുട്ടി. സാമ്പത്തിക പ്രതിസന്ധി അതിനെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു. പ്രതിസന്ധി അതിരൂക്ഷമായതിനാൽ മാർച്ച് 31-നും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് നൽകാതെ സർക്കാർ നിൽക്കുകയാണ്. ഏതാണ്ട് 2700 കോടി രൂപയാണ് ഈ വർഷം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇങ്ങനെ മുടങ്ങിയത്. പണം അനുവദിച്ചതായി കാണിച്ച് ഉത്തരവിറക്കിയെങ്കിലും ട്രഷറികളിൽ പണമെത്തിയില്ല. ഇനി ഇത് ലഭിക്കാൻ പുതിയ സാമ്പത്തിക വർഷം പുതിയ ഉത്തരവ് എത്തണം, അല്ലെങ്കിൽ പണം ലഭ്യമാകുന്നവരെ കാത്തിരിക്കണം. എന്നിട്ടും ഈ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറയുന്നത് കടക്കണി ഒഴിവായെന്നും സാമ്പത്തിക വർഷം അവസാനിച്ചപ്പോൾ ട്രഷറിയിൽ 4000 കോടി രൂപ ബാലൻസ് ഉണ്ടെന്നുമാണ്. എന്നിട്ട് കേന്ദ്രത്തോട് പറയുന്നു സംസ്ഥാനം കടക്കണിയിലാണ്. സംസ്ഥാന സർക്കാരിന്റെ തനത് നികുതി വരുമാനം കഴിഞ്ഞ സാമ്പത്തിക വർഷം 1 ലക്ഷം കോടി രൂപ കടന്നെന്നും സർക്കാരിന്റെ ചിലവ് 1.9 ലക്ഷം കോടി രൂപയായി ഉയർന്നു എന്നൊരു കണക്കും മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ സത്യാവസ്ഥ മറ്റൊന്നാണ്. പണമില്ലാത്തതിനാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ബില്ലുകളെല്ലാം പിന്നീട് പരിഗണിക്കാനുള്ള ക്യൂവിലാണ്. കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചതിനാൽ സാമ്പത്തിക വർഷാവസാനം ഏതാണ്ട് 7000 കോടി രൂപയുടെ കുറവാണ് ഇപ്പോൾ സംസ്ഥാനം നേരിട്ടത്. വികസന ഫണ്ടിന്റെ മൂന്നാം ഗഡുവായ 2250 കോടി രൂപ, പൊതു ആവശ്യ ഫണ്ടിന്റെ 11ഉം 12ഉം ഗഡുക്കൾ ചേർന്ന 417 കോടി രൂപ, മുനിസിപ്പാലിറ്റികൾക്കുള്ള കേന്ദ്ര ധനകാര്യ കമ്മീഷൻ സഹായത്തിന്റെ ഭാഗമായ 117 കോടി രൂപ, ഇതാണ് ഇപ്പം മുടങ്ങിയത്. ഈ മാസത്തെ ശമ്പളത്തിൽ വർദ്ധിച്ച ശമ്പളത്തിൽ നൽകാൻ സർക്കാരിന് 800 കോടി രൂപയാണ് അധികം കണ്ടെത്താനുള്ളത്. അതേതാണ്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ്. വികസന ഫണ്ട് ഡിസംബറിൽ അനുവദിക്കേണ്ടതായിരുന്നു. എന്നാൽ ഏതാനും ദിവസം മുമ്പാണ് ഉത്തരവായത്, 3 മാസം കഴിഞ്ഞിട്ട്. ഉത്തരവ് ഇതുവരെ തദ്ദേശ വകുപ്പിന് ലഭിച്ചിട്ടുമില്ല. പൊതു ആവശ്യ ഫണ്ടും ധനകാര്യ കമ്മീഷൻ ഗ്രാന്റും അനുവദിച്ച ഉത്തരവുകൾ പുറത്തിറങ്ങിയതാകട്ടെ മാർച്ച് 25-ന് മാത്രം. ട്രഷറികളിൽ ബില്ലുകളും ചെക്കുകളും നൽകുന്നുള്ള സമയം 24-ന് അവസാനിപ്പിച്ചിരുന്നു ഇത്തവണ സർക്കാർ. അതിനുശേഷമാണ് ഉത്തരവ് വന്നത്. പിന്നീട് നിയന്ത്രണവും വന്നു. 25 ലക്ഷം രൂപയുള്ള ബില്ലുകൾ മാത്രമാണ് പിന്നീട് പാസ്സാക്കിയത്. ട്രഷറി നിയന്ത്രണം അങ്ങനെ സർക്കാർ ബില്ലുകൾ അവതരിപ്പിക്കുന്നതിന് നിരോധനം കൊണ്ടുവന്നതിന് പിന്നാലെ ട്രഷറി നിയന്ത്രണം കൊണ്ടുവന്നു. ഇതൊക്കെ മറച്ചു വെച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് ചുഴലിപ്പെട്ട് ധനകാര്യ വകുപ്പും വകുപ്പിന്റെ മന്ത്രിയും യഥാർത്ഥ കണക്കുകൾ മറച്ചു വെക്കുന്നതും അവർ ഇതൊക്കെ മറന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ മന്ത്രി ഇപ്പോൾ സ്ഥിരം മണ്ഡലത്തിൽ പര്യടനത്തിലാണ്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ കൊട്ടാരക്കരയിൽ തന്നെ ക്യാമ്പടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കേണ്ട വിഹിതത്തിൽ നല്ലൊരു വിഹിതത്തിന്റെ കുറവുണ്ട്. എന്തായാലും സംസ്ഥാനം കടക്കണിയിലാണെന്ന് കേന്ദ്രത്തെ നോക്കി പറയുകയും കടക്കണിയിൽ അല്ലെന്ന് കേരളത്തിലെ ജനങ്ങളെ നോക്കി പറയുകയും ചെയ്യുന്ന ധനമന്ത്രി ബാലഗോപാലിന്റെ ഏത് നിലപാടാണ് ശരിയെന്ന് ഇപ്പോഴും ജനത്തിന് ഏറെ സംശയമുണ്ട്.